ആഗ്രഹം ഇവളിലൂടെ ഒരു ദൈവപ്രവൃത്തി ഈ ഫിലിപ്പിയ പട്ടണത്തിൽ സംഭവിക്കണം. സ്തോത്രം. ഈ വിളി ഇവളിലൂടെ വെളിപ്പെടണം. രക്താംബരം വിൽക്കുന്ന ആ സഹോദരിയുടെ ഹൃദയത്തെ ദൈവം ആ പുഴവക്കനകത്ത് വെച്ച് തുറക്കുവാൻ ഇടയായി. ഏതൊക്കെയോ വഴിയരികിൽ ഏതൊക്കെയോ വ്യക്തികളുടെ മുമ്പിൽ നാം നിന്നപ്പോൾ നമ്മുടെ ഹൃദയത്തെ തുറന്നതാണ് ഇന്ന് പകലിൽ ഈ ആലയത്തിനകത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയതിൻ്റെ ഹല്ലേലൂയ പ്രത്യേകത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു ഹൃദയ കവാടങ്ങളെ തുറക്കാമെങ്കിൽ ഇന്ന് പകലിൽ നീ കേട്ടിടത്ത് നിൽക്കുകയല്ല, നീ നിൽക്കുകയല്ല, നീ നടക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലുദിയയുടെ ഹൃദയത്തെ ദൈവം തുറന്നു. അതുകൊണ്ട് ലുദിയ സ്നാനത്ത് ഭവനത്തിൽ ഒരു കൂട്ടായ്മയുടെ ചരിത്രത്തെ ഫിലിപ്പിയ പട്ടണത്തിനകത്ത് ദൈവം തുറന്നു. അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ദേശത്ത് വാഴുന്ന ചില ശക്തികൾ പൊട്ടി ഇളകുവാൻ ഇടയായി. ലുദിയയുടെ വീട്ടിൽ അല്ലെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ ഒരു ബാല്യക്കാരി പ്രവചിച്ചുകൊണ്ട് ദേശത്ത് ഇങ്ങോട്ടും നടന്ന ചരിത്രമുണ്ട്. അതുവരെയും അവൾ പ്രവചനത്തിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. അവിടെ പ്രവചനത്തെ എല്ലാവരും ഭയപ്പെട്ടു. കാരണം അവൾ പ്രവചിച്ചത് ആ ദേശത്തിൻ്റെ ശക്തിയെ കൊണ്ടാണ്. അതുകൊണ്ട് ദേശം അവിടെ മുമ്പിൽ ഭയപ്പെടുവാൻ ഇടയായി. പക്ഷേ ലുദിയയുടെ വീട്ടിലെ ആരാധന വെളിപ്പെട്ടപ്പോൾ സ്തോത്രം അതെന്ത് ചെയ്തു? വെളിപ്പെട്ടു വന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും കൊണ്ട് ദേശത്ത് പലതും അടങ്ങിയിരിക്കുന്നത്, ദേശത്ത് പലതും മിണ്ടാതിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും കൊണ്ട്. ദൈവത്തെ നീ കണ്ടുമുട്ടിയത് കൊണ്ട് നിന്റെ ദേശത്തെ മരണങ്ങൾ മാറിപ്പോയത്, ആത്മഹത്യകൾ മാറിപ്പോയത്, തലമുറകൾ നശിക്കാതിരിക്കുന്നതിൻ്റെ കാരണം നീ കർത്താവിനെ കണ്ടെത്തിയത് കൊണ്ട്. സ്തോത്രം. അങ്ങനെങ്കിൽ ഇന്ന് പകലിൽ നീ ദേശത്ത് ദൈവം നിന്നെ ആക്കി വെച്ചതിൻ്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, നിന്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിച്ചേ പറ്റൂ. ഒരു വിശ്വാസിയായിട്ട് ഇരിക്കണമെങ്കിൽ ഇത് മതിയായിരിക്കും. നമ്മൾ പണ്ട് പാരമ്പര്യ പള്ളിയിൽ പോകുന്ന പോലെ സ്തോത്രം കൊച്ചിനെ മാമോദീസ മുക്കണം, പിന്നെ കല്യാണം നടക്കണം, മരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അടക്കണം. ഈ 3 കാര്യത്തിനാണ് മിക്കവാറുമുള്ള ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരൊക്കെ പള്ളിയിൽ പോകുന്നത്. പക്ഷേ ഇന്ന് പ്രിയ മോനെ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ വായിച്ചൊരു ഭാഗമുണ്ട്. ക്രിസ്ത്യാനി എന്ന് വിളിച്ചത് ശിഷ്യന്മാരെയാണ്. മത്തായിച്ചാനെയും തോമാച്ചാനെയും കറിയാച്ചനെയല്ല ക്രിസ്ത്യാനി എന്ന് വിളിച്ചത്. കർത്താവിൻ്റെ ശിഷ്യന്മാരെയാണ് ആദ്യം ശിഷ്യന്മാരെയാണ് ആദ്യം ക്രിസ്ത്യാനികളെന്ന് പേർ വിളിച്ചത്. മറന്നു പോകല്ലേ. ദൈവത്തിന് വേണ്ടി നിന്ന, കർത്താവിന് വേണ്ടി കത്തുന്ന വിളക്കുകളെയാണ് ദേശം വിളിച്ചു പറഞ്ഞത് ഇവൻ ക്രിസ്ത്യാനിയാണെന്ന്. ഹല്ലേലൂയ. ഒരു വിശ്വാസിയാകണമെങ്കിൽ സ്തോത്രം വന്നു പോകാനാണോ ആഗ്രഹം? ഒഴുകൊടുപ്പില്ല. പക്ഷേ നിൻ്റെ മേലുള്ള വിളി വെളിപ്പെടണമെങ്കിൽ നിൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി വെളിപ്പെട്ടേ പറ്റൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് പകലിൽ ഞാൻ പറഞ്ഞ ഭാഗം നിങ്ങളുടെ അകത്തൊന്ന് കയറിയാൽ മതി. യേശു പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ കൂടെയുണ്ട്. എപ്പോഴാ? യേശു മരിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ ബലപ്പെടുത്താൻ പറഞ്ഞു. പൗലോസ് പറയുന്നു, സ്തോത്രം, യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർന്നെഴുന്നേറ്റു, അവൻ ആത്മാവായി നമ്മുടെ അകത്ത് വസിക്കുന്നു. കാരണം മക്കളുടെ അകത്ത് അവൻ സീറ്റിട്ട് നമ്മുടെ അകത്ത് വസിക്കുന്നു. എവിടെ? നമ്മുടെ ആത്മാവിൽ അവൻ വസിക്കുന്നു. ഇതറിയണമെങ്കിൽ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിപ്പിക്കും. പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളോട് സംസാരിച്ചല്ലോ, ഞങ്ങളോട് ഇടപെട്ടല്ലോ. ഇന്ന് പകൽ കർത്താവേ, ഹൃദയത്തിൻ്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്. സ്തോത്രം. ഇത് കുഞ്ഞുങ്ങളിയല്ല, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ബുദ്ധിയിൽ ഒതുങ്ങുന്ന സാധനമല്ല. നമ്മളുടെ ഈ വട്ടത്തിലുള്ള ബുദ്ധിക്കകത്ത് ഇതിനെ ഒതുക്കിക്കളയല്ല. കർത്താവ് നമ്മളെ വിളിച്ചതിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. സ്തോത്രം.
അത് നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെ ഒതുക്കി കളയല്ല. നമ്മളറിയാവുന്ന ചില ചിന്തകൾക്കകത്ത് നിന്നാൽ മതിയെങ്കിൽ ഓക്കെ, ഒരു പരാതികളുമില്ല. പക്ഷേ എനിക്ക് കർത്താവിനെ കൂടുതലായിട്ട് അറിയണം. എനിക്ക് കർത്താവിന് വേണ്ടി നിൽക്കണം. എനിക്ക് എൻ്റെ യേശുവിന് വേണ്ടി നിൽക്കണം. അവൻ എനിക്ക് വേണ്ടി മരിക്കപ്പെട്ടു. എബ്രായ ലേഖനം 5-ാം അധ്യായം 9-ാം അധ്യായം 27-28 വാക്യങ്ങൾ പറയുന്നു, മനുഷ്യന് വേണ്ടി മരണവും മരണത്തിന് ശേഷം ന്യായവിധിയും ദൈവം ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ഒരുക്കി വച്ചിരിക്കുകയാ. ആർക്കും അതിൽ നിന്ന് മാറിപ്പോകാൻ കഴിയത്തില്ല. ഈ ഒരു സ്തോത്രം കൽപ്പനകളെ ഭേദിച്ചുകൊണ്ടാണ് ക്രിസ്തു നമ്മെ തേടി വന്നത്. ഈ സ്നേഹം പിതാവ് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് ഈ മരണവും ന്യായവിധിയും എൻ്റെ മേലിൽ നിന്നും നിങ്ങളുടെ മേലിൽ നിന്നും മാറിപ്പോയത്. മറന്നു പോകല്ലേ. കാരണം മരണവും ന്യായവിധിയും ഈ ഭൂമിയിലെ സകല ജാതികൾക്കും ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. മരണം വേണ്ടാന്ന് പറഞ്ഞാലും നമ്മൾ മരിക്കും. മരണദൂതൻ ഇനി എത്ര ശാസിച്ചാലും മരണദൂതൻ വരും. കാരണം അത് ലോകത്തിൽ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷേ ദൈവമക്കളായ നമ്മൾ ഈ മരണത്തെയും ജയിച്ചു, ഈ ന്യായവിധിയെയും ജയിച്ചു. ആർക്കും ഒന്നും മനസ്സിലായില്ല, എനിക്കറിയാം. ജയിച്ചു. ന്യായവിധിയുടെ മുമ്പിൽ നീ നിൽക്കണ്ട. കാരണം ക്രിസ്തു നിന്റെ അകത്ത് വന്നതുകൊണ്ട് മരണം മാറിപ്പോയി. ന്യായവിധിയിൽ നിന്നും നീ പുറത്തു വന്നു. സ്തോത്രം. ഇത് രക്ഷിതാവും കർത്താവുമായി ഞാനും നിങ്ങളും സ്വീകരിച്ചത് കൊണ്ട് ഈ ഭൂമിയിൽ കിട്ടിയ ഏറ്റവും വലിയ വാഗ്ദത്തം എന്തെന്ന് ചോദിച്ചാൽ നിന്റെ മരണവും ന്യായവിധിയും മാറിപ്പോയി. ഹല്ലേലൂയ. ഇതാ ക്രിസ്തു അകത്ത് വന്നാൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം. ഒരു ഗുണവും ഓർത്തില്ലെങ്കിലും ഈ 2 കാര്യം മറന്നു പോകല്ല്. 1, മരണം മാറി. 2, ന്യായവിധിയിൽ നിന്നും നമ്മൾ പുറത്തു വന്നു. യോഹന്നാൻ 5:24 സിസ്റ്റർ ഒന്ന് വായിച്ചേര്. യോഹന്നാൻ 5:24. യേശു വന്നതുകൊണ്ട് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും 2 കാര്യം മറന്നു പോകല്. മരണം മാറി, ന്യായവിധി മാറിപ്പോയി. യോഹന്നാൻ 5:24 ഞാൻ പ്രാർത്ഥിച്ചേക്കാം. യോഹന്നാൻ 5:24 നിന്നോട് പറയുന്നു. കണ്ടോ, അയച്ചവനെ വിശ്വസിച്ചവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ, കണ്ടോ, ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ഇതാ കർത്താവ് അകത്ത് വന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം. സ്തോത്രം പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം പറയാൻ ധൈര്യമുള്ളവർ ഒരു സ്തോത്രം പറഞ്ഞാൽ. കാരണം മരണം മാറിപ്പോയി. 2, ന്യായവിധിക്കുന്ന മുമ്പിൽ നീ പോയി നിൽക്കണ്ട. കാരണം യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നീ അംഗീകരിച്ച് വീണ്ടും ജനനം പ്രാപിച്ചതുകൊണ്ട് മരണത്തെ നീ ജയിച്ചു. 2, ന്യായവിധിയെ നിനക്കുണ്ടാകത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാവരും എഴുന്നേറ്റാണ്. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന